കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ഈ സാബത്ത് സ്കൂൾ പാഠ പഠനത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടർ മുഴുവനായി പഠിച്ചുകൊണ്ടിരിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷത്തെ ആധാരമാക്കിയാണ്. നമുക്കിന്ന് പഠിക്കാനുള്ളത് നാലാമത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് ഉപമകൾ എന്നുള്ളതായ പാഠമാണ്. ഈ പാഠം ചർച്ച ചെയ്യുന്നതിന് രണ്ട് പാസ്റ്റർമാർ നമുക്ക് സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഒപ്പം നിങ്ങളേവരെയും ഈ പഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പാസ്റ്റർ എഡ്വിൻ ഇന്ന് ഞങ്ങളോടൊപ്പം ഈ സ്റ്റുഡിയോയിൽ നാലാമത്തെ പാഠം ചർച്ച ചെയ്യുന്നതിൽ കടന്നു വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ മഹേഷ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററേയും ദൈവനാമത്തിൽ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സർ. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് മർക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തെ ആധാരമാക്കിയാണ്. ഈ 4-ാമത്തെ അധ്യായം ഉപമകളാൽ സമ്പുഷ്ടമായ ഒരു അധ്യായമാണ്. വേദപുസ്തകം പഠിക്കുമ്പോൾ 5 ഉപമകൾ ഈ ഒരു അധ്യായത്തിൽ കർത്താവ് യേശു ക്രിസ്തു പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. മനപ്പാഠവാക്യമായി നമുക്ക് നൽകിയിരിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 24-25 വാക്യങ്ങളാണ്. നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്കും അളന്നു കിട്ടും, അധികമായും കിട്ടും. ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവനോട് ഉള്ളതും കൂടെ എടുത്തുകളയും എന്ന് ഞാൻ അവനോട് പറഞ്ഞു. കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞതായ ഉപമകളെല്ലാം സുവിശേഷങ്ങളിൽ പല ഭാഗത്തായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കും. നാം ഒരുപക്ഷെ ലൂക്കോസിൻ്റെ സുവിശേഷം പരിശോധിക്കുമ്പോൾ 15-ാം അധ്യായം ഉപമകളാൽ സമ്പുഷ്ടമാണ്. ആയതുപോലെ തന്നെ മറ്റു സുവിശേഷങ്ങളിലുമൊക്കെ ഇത്തരത്തിലുള്ളതായ ഉപമകളെ കാണുവാൻ തക്കവണ്ണം സാധിക്കും. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പ്രധാനമായി അഥവാ ആ ഉപമകളുടെ ഏറ്റവും വിശാലമായി വിവരിക്കുന്നതായ ഒരു ഉപമ വിതയ്ക്കുന്നവൻ്റെ ഉപമയാണ്. ഈ വിതയ്ക്കുന്നതിൻ്റെ ഉപമയിൽ കർത്താവ് യേശു ക്രിസ്തു ചില വിത്തുകൾ ചില സ്ഥലങ്ങളിൽ വീഴുന്നതായിട്ട് പറയുന്നു. ആ നിലങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ശരി, 4 സ്ഥലങ്ങളിൽ ഈ വിത്തുകൾ വീഴുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ആദ്യം വഴിയരികെ വീഴുന്നതായിട്ട് നമ്മൾ കാണുന്നു. പിന്നെ ചില വിത്തുകൾ മുള്ളുകളുടെ ഇടയിൽ വീഴുന്നതായിട്ട് കാണുന്നു. ചില പാറപ്പുറത്ത് വീഴുന്നതായിട്ട് കാണുന്നു. ചിലത് നല്ല നിലത്തിൽ വീഴുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ 4 നിലങ്ങളിലും നമ്മൾ നോക്കുമ്പോൾ വഴിയരികെ വീണതിനെ പറവകൾ എടുത്തു കൊണ്ടുപോയതായിട്ട് നമ്മൾ കാണുന്നു. നല്ല മുള്ളുള്ള ഇടങ്ങളിൽ ഇരുന്നതിനെ വളർന്നാലും മുഴുവനായിട്ടുള്ള വളർച്ച അതിന് ലഭിക്കുവാൻ സാധിച്ചില്ല. മുള്ളുകൾ അതിനെ നെരുക്കി കഴിഞ്ഞതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ പാറപ്പുറത്ത് വീണ വിത്തുകൾ ആകാശത്ത് പക്ഷികൾ വന്ന് കൊത്തിയെടുക്കുന്നത് മാത്രമല്ല, അത് മണ്ണ് അതിന് ആഴമില്ലാത്തത് കൊണ്ട് വെയിൽ ഉണ്ടായപ്പോൾ ആ ചെടി കരുകി പോകുന്നതായിട്ട് കാണുന്നു. എന്നാൽ നല്ല നിലത്തിൽ വീണ വിത്തുകൾ അത് 60ഉം 100ഉം മേനിയുമായി ഫലം തന്നു എന്നാണ് വചനത്തിൽ നാം മനസ്സിലാക്കുന്നത്. പാസ്റ്റർ മഹേഷ്, കർത്താവ് യേശു ക്രിസ്തു ഉപമകളായി പ്രസ്താവിച്ചതെല്ലാം തന്നെ നാം കണ്ണുകൊണ്ട് കാണുന്നതായ സംഗതികളെക്കുറിച്ചാണ്. ഈ നേച്ചറിൽ നിന്ന്, പ്രകൃതിയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്നതായ പാഠങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ കർത്താവ് യേശുക്രിസ്തുവിനെ കേൾക്കുന്നതായിട്ടുള്ള ആളുകളോട് ഉപമകളിലൂടെയാണ് സംസാരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി എന്തുകൊണ്ട് ക്രിസ്തു ഉപമകളിലൂടെ സംസാരിച്ചു എന്ന് ചോദിച്ചാൽ, അവർ ദൈനംദിനം കടന്നു പോകുന്നതായിട്ടുള്ള സാഹചര്യത്തിലൂടെ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നതായിട്ടുള്ള സമയത്ത് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇപ്പോൾ ഒരു കൃഷിക്കാരനോട് പറയുകയാണ്, ആ വിതയ്ക്കുന്നതിൻ്റെ ഉപമ അവന് പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വർഗ്ഗരാജ്യം എപ്രകാരമാണ് എന്ന് കൃത്യമായിട്ടും അവന് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നതായിട്ടുള്ള ആളുകളോട് കർത്താവ് യേശുക്രിസ്തു പറയുകയാണ്, സ്വർഗ്ഗരാജ്യം ഒരു വലയോട് ഉപമിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ അതിലൂടെ പറഞ്ഞു കൊടുക്കുമ്പോൾ മീൻപിടുത്തക്കാരായിരിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ആ പ്രകൃതിയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഉദാഹരണത്തിന് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഫറവോന് സ്വർഗത്തിലെ ദൈവം ഒരു സ്വപ്നം നൽകുന്നത് അതും പ്രകൃതിയിൽ നിന്നും അവന് മനസ്സിലാക്കുന്നതായിട്ടുള്ള രീതിയിലാണ്. അവിടെ ആ സസ്യങ്ങൾ അല്ലെങ്കിൽ ആ 7 വർഷത്തെക്കുറിച്ച് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ആദ്യം
ആ നെല്ല് ഉണങ്ങിപ്പോകുന്നതിനെ കുറിച്ച് കാണിച്ചു കൊടുക്കുന്നു. അതുപോലെ 7 പശുക്കളെ അവിടെ കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ അതിൽ നിന്നും അവർ മനസ്സിലാക്കണം എന്നുള്ള രീതിയിലാണ് ദൈവം അത് പറഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ അത് മനസ്സിലാക്കുവാൻ ഫറവോന് കഴിയുന്നില്ല. അത് ജോസഫ് മനസ്സിലാക്കി കൊടുക്കുന്നു. ഇതുപോലെ വേദപുസ്തകത്തിൽ ഉടനീളം നമ്മൾ പ്രകൃതിയിൽ നിന്നും പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇനി സദൃശ്യവാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ജ്ഞാനികളിൽ ജ്ഞാനിയായിരിക്കുന്ന ശലോമോ ജ്ഞാനി മൂഢനോട് പറയുകയാണ്, നീ ഉറുമ്പുകളെ കണ്ടു പഠിക്കുവാൻ. അവിടെയും പ്രകൃതിയിൽ നിന്നും പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ മറ്റു സസ്യജാലങ്ങളിൽ നിന്നും അതുപോലെ ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യൻ കണ്ടു പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അവിടെ ശലോമോ ജ്ഞാനി രേഖപ്പെടുത്തുന്നു. അതുപോലെ യെശയ്യാ പ്രവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ യഹോവയെ കാത്തിരിക്കുന്നവർ കഴുകന്മാരെ പോലെ തങ്ങളുടെ യൗവനം പുതുക്കും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അവിടെ ആ കഴുകന്മാരെങ്ങനെയാണ് അത് പുതുക്കം പ്രാപിക്കുന്നത്, അതുപോലെ ആ ദൈവത്തെ കാത്തിരിക്കുന്നവർ ആയിത്തീരണമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അതുപോലെ നമ്മൾ പ്രവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ ദാനിയേൽ പ്രവചനത്തിൽ ആ മൃഗങ്ങളിലൂടെ രാജ്യങ്ങളെ അല്ലെങ്കിൽ രാജാക്കന്മാരെ ഉപമിച്ചു കൊടുക്കുമ്പോൾ അതും പ്രകൃതിയിൽ നിന്നാണ് ദൈവം മനുഷ്യന് മനസ്സിലാക്കി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ പ്രവചനങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഇതേ കാര്യം തന്നെയാണ് കർത്താവായ യേശുക്രിസ്തു ഇവിടെ ചെയ്യുന്നത്. അതുപോലെ സങ്കീർത്തനങ്ങളിൽ വരുമ്പോൾ 1-ാം സങ്കീർത്തനം പറയുന്നു, അവിടെ ഒരു വൃക്ഷത്തോട് നീതിമാനെ ഉപമിച്ചിരിക്കുന്നു. നീതിമാനെയും ദുഷ്ടനെയും എങ്ങനെയാണ് ആറ്റിരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷത്തോട് ഉപമിച്ചിരിക്കുന്നത്. ധാരാളം ഭാഗങ്ങൾ ഇത്തരത്തിൽ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ഉപദേശിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ ഈ വിതയ്ക്കുന്നതിൻ്റെ ഉപമയെ കർത്താവായ യേശുക്രിസ്തു എങ്ങനെയാണ് വ്യാഖ്യാനിച്ച് പറയുന്നത്? ശരി, ഈ വിത്ത് വീണ് ആ 4 സ്ഥലങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ഓരോ മനുഷ്യ ഹൃദയങ്ങളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. ആദ്യമായിട്ട് ഉള്ള വിത്ത് വീണത് വഴിയരികയാണ്. അതുപോലെയാണ് ചില വ്യക്തികൾ വചനം അവർ കേൾക്കുന്നു, എന്നാൽ കുറച്ച് സമയം കഴിയുമ്പോൾ ആ വചനം എന്ത് ചെയ്യുന്നില്ല, അവരുടെ വചനത്തെക്കുറിച്ച് അവർ കൂടുതൽ ചിന്തിക്കുന്നില്ല. പിന്നീട് അതിനെക്കുറിച്ച് പഠിക്കണം എന്നുള്ള ആഗ്രഹം വരുന്നതിന് മുമ്പേ ആ വചനം മറ്റുള്ള കാര്യങ്ങൾ കൊണ്ട് അത് നീങ്ങിപ്പോകുന്നതായിട്ട് കാണും. അടുത്തതായിട്ട് മുള്ളുകളുള്ള ഇടങ്ങൾ എന്ന് പറയുമ്പോൾ മനുഷ്യ ഹൃദയങ്ങളിൽ നാളെ എന്ത് സംഭവിക്കും, നാളെ ഉള്ള കാര്യങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നുള്ള ലോകപ്രകാരമായിട്ടുള്ള ആ ചിന്തകൾ എന്ത് ചെയ്യുന്നു, ദൈവത്തിൻ്റെ വചനം അത് വളരാതെ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഞെരുക്കി കളയുന്നതായിട്ട് കാണുന്നു. ലോകഭാരങ്ങളും ചിന്തകളും വചനം വേറെ ഒന്നും അത് സാധ്യം ഇല്ലാത്തതായി തീർന്നു. അടുത്തതായിട്ട് പാറയുള്ള സ്ഥലം എന്ന് പറയുമ്പോൾ ചില വ്യക്തികൾ സന്തോഷത്തോടെ വചനം സ്വീകരിക്കുകയാണ്, എന്നാൽ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ വിശ്വാസം വചനത്തിലെ അടിസ്ഥാനമില്ലാത്തത് കൊണ്ട് ആ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ അത് ഉണങ്ങിപ്പോകുകയാണ്. ആ ഹൃദയം അത് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് സമയം കഴിയുമ്പോൾ കഠിനമായി പോകുന്നു. വചനം അവരുടെ ഹൃദയങ്ങളിൽ വേല ചെയ്യുവാൻ പ്രവർത്തിക്കുവാൻ ഇടയില്ലാതെ തീരുന്നു. എന്നാൽ ചില വ്യക്തികൾ വചനം കേൾക്കുമ്പോൾ ആ വചനങ്ങൾ അങ്ങനെ സ്വീകരിക്കുകയും ദൈവാത്മാവ് അവരുടെ മനസ്സുകളിൽ സംസാരിക്കുമ്പോൾ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ അവരുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുകയും ആത്മീകമായി അവരെന്ത് ചെയ്യുന്നുണ്ട്, ശക്തി പ്രാപിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കർത്താവ് അവിടെ ഉപദേശിച്ചത്. തീർച്ചയായിട്ടും നമുക്ക് ചെറിയൊരു ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പം ആയിരിക്കും. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് നിങ്ങളെ ഏവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ മഹേഷ്, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ഉപമകളെ കുറിച്ചാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു ഉപമകളിലൂടെ സംസാരിച്ചത്? കർത്താവ് യേശുക്രിസ്തു ഉപമകളിലൂടെ സംസാരിക്കുവാൻ നമ്മൾ നോക്കുമ്പോൾ 2 കാരണങ്ങളാണ്. ഒന്ന്, സങ്കീർത്തനക്കാരൻ പറയുന്നു കർത്താവ് യേശുക്രിസ്തു ഉപമകളിലൂടെയാണ് ലോകത്തോട് സംസാരിക്കാൻ പോകുന്നത് എന്ന്. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് മശീഹ ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ പ്രവാചകൻ പ്രവചിച്ചിരിക്കുന്നു കർത്താവ് യേശുക്രിസ്തു ഉപമകളിലൂടെയാണ് ക്രിസ്തുവിനെ കേൾക്കുന്നതായിട്ടുള്ള ജനങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എന്ന്. ഇനി എന്തുകൊണ്ട് ക്രിസ്തു ഉപമകളിലൂടെ സംസാരിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ മനസ്സിലാക്കി, നമ്മൾ ഇടപഴകുന്നതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ദൈനംദിനം കടന്നു പോകുന്നതായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ, അതാണ് ഒന്നിനെ മറ്റൊന്നിനോട് ഉപമിച്ച് സംസാരിക്കുന്നതാണ് ഉപമ. അങ്ങനെ അതിലൂടെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും അത് മനസ്സിലാക്കുവാൻ സാധിക്കും. വളരെ വേഗത്തിൽ ക്രിസ്തുവിനെ കേൾക്കുന്നതായിട്ടുള്ള ജനങ്ങൾക്ക് അത് മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു ഉപമകളിലൂടെ ജനങ്ങളോട് സംസാരിക്കുവാൻ ഇടയായത്. പാസ്റ്റർ എഡ്വിൻ, യേശു ഉപമകളിലൂടെ സംസാരിക്കും എന്നുള്ളതായ പ്രവചനം യെശയ്യാവിൻ്റെ പ്രവചനം 6-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ കാണുന്നു. എന്താണ് ആ പ്രവചനത്തിൻ്റെ നിറവേറലായി നമുക്ക് യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തിയിൽ കാണുവാൻ സാധിക്കുന്നത്?
നേരത്തെ പാസ്റ്റർ മഹേഷ് പറഞ്ഞതുപോലെ സാധാരണ ജനങ്ങളും ദൈവത്തിൻ്റെ ആഴമായിട്ടുള്ള സത്യങ്ങൾ ലളിതമായി മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് ഓമകളിലൂടെ സംസാരിച്ചത്. എന്നിരുന്നാലും ഏഷ്യയിൽ നമ്മൾ വായിക്കുന്നത് ഈ ജനം കാണുന്നുണ്ട്, ഈ ജനം കേൾക്കുന്നുണ്ട്, എന്നിരുന്നാലും എന്ത് ചെയ്യുന്നില്ല, അവർ അതിനെക്കുറിച്ച് ഉണരുന്നില്ല, അതിനെക്കുറിച്ച് മനസ്സിലാകുന്നില്ല എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, വചനത്തിൽ നിന്ന് നമ്മൾ കാണുന്നു. കാരണം എന്തുവാ, അതിനെക്കുറിച്ച് ഗ്രഹിക്കുവാൻ ഉള്ള ഒരു മനക്കരുത്ത് അല്ലെങ്കിൽ അതിനോടുള്ള ഒരു താല്പര്യം ഇല്ലാത്തതാണ് അതിൻ്റെ ഒരു കാരണമായി മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ ഉപമകളിലൂടെ ഈ അധമന്മാരോട് സംസാരിച്ചിട്ടും അവർക്ക് മനസ്സിലാകുന്നില്ല എന്ന് വന്ന് പിന്നത്തേതിൽ അവർക്ക് സുവിശേഷം എത്തിയില്ല എന്നുള്ളതായ ഒരു പരാതി പറയാതിരിക്കുന്നതിന് വേണ്ടിയാണ് യേശുക്രിസ്തു ഈ ഉപമകളിലൂടെയും അവരോട് സംസാരിക്കും എന്ന് പ്രവചനത്തിൽ പറയുന്നത്. പാസ്റ്റർ മഹേഷ്, മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം 4-ാമത്തെ അധ്യായം പരിശോധിക്കുന്ന സമയത്ത് യേശുക്രിസ്തു ഒരു വിളക്കിൻ്റെ ഉപമ പറയുന്നു. കർത്താവ് യേശുക്രിസ്തു ചില ഊന്നലുകൾ ചില ഉപമകളിൽ പറയുന്നു. വിത്ത് വിതയ്ക്കുന്നവൻ്റെ ഉപമയിൽ കർത്താവ് യേശുക്രിസ്തു ആ വിതയ്ക്കുന്നവൻ ആരാണ് എന്ന് എടുത്ത് പറയുന്നുണ്ട്. അതുപോലെ വിളക്കിൻ്റെ ഉപമയിൽ കർത്താവ് യേശുക്രിസ്തു കൊടുത്ത ഊന്നൽ എന്താണ്? ഇവിടെ കർത്താവ് യേശുക്രിസ്തു പറയുന്നത് വിളക്ക് കത്തിച്ച് പറയും കീഴല്ല വെക്കേണ്ടത്, തണ്ടിൻ മുകളിൽ അത്രയും വെക്കേണ്ടത് എന്നാണ് കർത്താവ് യേശുക്രിസ്തു പറയുന്നത്. എന്തുകൊണ്ട് ക്രിസ്തു ആ വിളക്കിൻ്റെ ഉപമയെക്കുറിച്ച് എന്താണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് അല്ലെങ്കിൽ എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ എഫെസോസിലെ ജനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ജനങ്ങളോട് പൗലോസ് അപ്പോസ്തലൻ സംസാരിക്കുമ്പോൾ പറയുന്നു, ക്രിസ്തു എന്ന തലയോളം നമ്മൾ വളരണമെന്ന്. എപ്രകാരമാണ്? കർത്താവ് യേശുക്രിസ്തു പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന്. അതേ ക്രിസ്തു തന്നെ പറയുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന്. അതായത് ക്രിസ്തുവിനെ അനുകരിക്കുന്നതായിട്ടുള്ള ഓരോ വ്യക്തികളും അല്ലെങ്കിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നതായിട്ടുള്ള ഓരോ വ്യക്തികളും ക്രിസ്തു എന്ന തലയോളം വളരണമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അതേ കാര്യമാണ് കർത്താവ് യേശുക്രിസ്തു പറയുന്നത്. അതായത് ആ വെളിച്ചം, നമ്മൾ ക്രിസ്തു ഈ ലോകത്തിന് പകർന്നതായിട്ടുള്ള വെളിച്ചം, ആ ക്രിസ്തു നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നതായിട്ടുള്ള വെളിച്ചം ഒരിക്കലും നമ്മൾ ഒളിപ്പിച്ച് വയ്ക്കാൻ പാടില്ല. അത് മറ്റുള്ളവർക്ക് പ്രകാശമായിട്ട്, ക്രിസ്തു ലോകത്തിന് എപ്രകാരം വെളിച്ചമായിരിക്കുന്നോ അതുപോലെ ക്രിസ്തുവിനെ അനുഗമിക്കുന്നതായിട്ടുള്ള നാം ഓരോരുത്തരും വെളിച്ചമായി മാറണം. അതിനെ ഒളിപ്പിച്ച് വയ്ക്കാൻ പാടില്ല. അത് കൃത്യമായിട്ട് പ്രകാശിക്കുക തന്നെ ചെയ്യണം എന്ന് കർത്താവ് യേശുക്രിസ്തു ഇവിടെ എടുത്ത് പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കും. പാസ്റ്റർ, കർത്താവ് യേശുക്രിസ്തു പറയുന്നതായ അനേക ഉപമകൾ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു അളവ് കുട്ടയുടെ ഒരു ഉപമയും കർത്താവ് യേശുക്രിസ്തു പറയുന്നു. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അളന്ന് കിട്ടും. എന്താണ് ഈ ഉപമ കൊണ്ട് കർത്താവ് യേശുക്രിസ്തു ഉദ്ദേശിച്ചത്? ദൈവം തൻ്റെ ജനം തന്നെ പോലെ സ്വഭാവത്തിലായിത്തീരണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യേശു കർത്താവ് പിതാവിൻ്റെ സ്വഭാവം എന്താണ് എന്നുള്ളതിനെ തൻ്റെ ശുശ്രൂഷയിൽ കൂടി മറ്റുള്ളവർക്ക് മനസ്സലിവ് കാണിച്ചതിൽ കൂടി പിതാവിൻ്റെ സ്വഭാവം എന്താണ് എന്നുള്ളതിനെ കാണിച്ചു കൊടുത്തു. അതേപോലെ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ പെരുമാറ്റങ്ങളിൽ കൂടി നമ്മുടെ സംസാരത്തിൽ കൂടി മറ്റുള്ള ജനം ദൈവത്തെ നമ്മിൽ കാണുവാൻ, നമ്മളിൽ കൂടി ദൈവത്തിൻ്റെ മഹത്വം അറിയുവാൻ ഉള്ള രീതിയിൽ നമ്മുടെ ജീവിതം ആയിരിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. പാസ്റ്റർ മഹേഷ്, നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് ഒരു മോഡേൺ ഏജിലാണ്. ഒരുപക്ഷെ നമ്മുടെ കുട്ടികളോട് പാല് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിൽമ ബൂത്തിൽ നിന്നാണ് കിട്ടുന്നത് എന്ന് പറയുന്നതായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. യേശുക്രിസ്തു അന്നത്തെ കാലഘട്ടത്തിൽ അന്നത്തെ മനുഷ്യരോട് അന്ന് അവർ ഇടപഴകിയതായ സാഹചര്യത്തിനനുസരിച്ചുള്ളതായ ഉപമകളിലാണ് സംസാരിച്ചത്. നാം ഇന്ന് ജനത്തോട് സംസാരിക്കുമ്പോൾ, ദൈവവചനം പങ്കുവയ്ക്കുമ്പോൾ, ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെക്കുറിച്ചും നാം അവരോട് പറയുമ്പോൾ നാം എങ്ങനെയാണ് അവരോട് സംസാരിക്കേണ്ടത്? കർത്താവ് യേശുക്രിസ്തു ഉപമകളിലൂടെ സംസാരിച്ചതുപോലെ നാം ആധുനിക യുഗത്തിലും ഈ അർത്ഥം മറ്റുള്ളവർ മനസ്സിലാക്കണം എന്നുള്ള രീതിയിൽ ആ തരത്തിൽ ആധുനിക തരത്തിലുള്ളതായ ഉപമകളിലൂടെയും പാഠങ്ങളിലൂടെയും നാം സംസാരിക്കേണ്ട ആവശ്യമില്ലേ? നമ്മൾ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഇപ്പോൾ പാല് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ തലമുറയിൽപ്പെട്ട ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും അത് പശുവിൽ നിന്നാണ് കിട്ടുന്നതെന്ന്. പക്ഷേ ഈ തലമുറയിൽപ്പെട്ട ആൾക്കാർ അത് കാണുന്നില്ല. അതുപോലെ തന്നെ ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, ഈ പ്രകൃതിയിൽ നിന്നോ അല്ലെങ്കിൽ കൊയ്ത്തുകാരൻ്റെ ഉപമയിൽ നിന്നോ ഒക്കെ അവരോട് പറഞ്ഞു കൊടുത്താൽ അവർ ചിലപ്പോൾ അതിനെ അങ്ങോട്ട് ഉൾക്കൊള്ളണം എന്നില്ല. ഒരുപക്ഷെ നമ്മളതിനെ കോണ്ടെക്സ്റ്റ് സിവിലൈസ് ചെയ്ത് അവർ ഉപയോഗിക്കുന്നതായിട്ടുള്ള കമ്പ്യൂട്ടറിൽ നിന്നോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ നിന്നോ അല്ലെങ്കിൽ അവർ കാണുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ നിന്നൊക്കെയും അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എങ്കിൽ
ചിലപ്പോൾ ഒരിക്കൽ കൂടുതലായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം നാം ഇന്നത്തെ ആധുനിക തലമുറയോട് സംസാരിക്കുന്നതായ സമയത്ത് അവരോട് കൃഷിയെക്കുറിച്ചോ അല്ലെങ്കിൽ മീൻ പിടിക്കാൻ പോകുന്നതിനെ കുറിച്ചോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് അതൊക്കെ മനസ്സിലാകാൻ വളരെ പ്രയാസമാണ്. മീൻ ഭക്ഷിക്കുന്നവരുണ്ട്, ഭക്ഷിക്കാത്തവരുണ്ട്, കൃഷി ചെയ്യുന്നവരുണ്ട്, കൃഷി ചെയ്യാത്തവരാണെങ്കിലും അവർ ഭക്ഷണം കഴിക്കുന്നുണ്ട്. പക്ഷേ അത് എവിടെ നിന്ന് കിട്ടുന്നു, അത് എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് എന്നൊക്കെ ഇന്നത്തെ തലമുറയ്ക്ക് നല്ലൊരു വിഭാഗം ആൾക്കാർക്കും അറിയാത്തതായ ഒരു കാലാവസ്ഥയുണ്ട്. കർത്താവായ യേശു ക്രിസ്തു വന്നപ്പോൾ യേശു ക്രിസ്തു കണ്ടതായ ജനത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി അവർക്ക് മനസ്സിലാകുന്നതായ ഭാഷയിൽ അവർക്ക് ദൈവത്തിൻ്റെ വലിയ മർമ്മങ്ങൾ, അതായത് ദൈവരാജ്യത്തെക്കുറിച്ചുള്ളതായ വലിയ മർമ്മങ്ങളാണ് ചെറിയ പാഠങ്ങളിലൂടെ പഠിപ്പിച്ചു കൊടുത്തത്. ദൈവരാജ്യം കടുകുമണിയോളം സാദൃശ്യം. ദൈവരാജ്യം വിതയ്ക്കുന്നവൻ്റെ ആ ഉപമയിലൂടെ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു. ദൈവരാജ്യം മറ്റുള്ളവർ കാണുക വയ്ക്കേണ്ടതായ വിളക്കിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു അത്തരത്തിൽ ഉപമകളിലൂടെ സംസാരിച്ചതുപോലെ നാം ഇന്ന് വിദ്യാഭ്യാസമുള്ളവരാണ് എങ്കിൽ പോലും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നതായ ഭാഷയിൽ സംസാരിച്ചുവെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ വചനം അവരുടെ ഹൃദയങ്ങളിൽ, സാറ് നേരത്തെ പറഞ്ഞതുപോലെ നല്ല നിലത്ത് വീണ വിത്ത് വളർന്നു വരുന്നത് പോലെ അവരുടെ ഹൃദയങ്ങളിൽ ദൈവവചനം വളരുവാൻ തക്കോണം സാധിക്കുകയുള്ളൂ. നമുക്ക് ചെറിയൊരു ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. പാസ്റ്റർ മഹേഷ്, നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഉപമകളെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ട് ഇരിക്കുന്നത്. മറ്റുള്ളവർ നമ്മളെ അളക്കാറുണ്ട്, അത് പക്ഷേ നമ്മൾ അറിയുന്നില്ല. നാം മറ്റുള്ളവരെ അളക്കുന്നുണ്ട്. അപ്പോൾ വേദപുസ്തകം പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരെ അളക്കുന്നതായ അതേ അളവിൽ നിങ്ങളെയും ദൈവം അളക്കും എന്നാണ്. എന്താണ് കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്? ഈ അളക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ വേദപുസ്തകത്തിൽ നോക്കുകയാണെങ്കിൽ ദാനിയേൽ പ്രവചനം 5-ാം അധ്യായത്തിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അളക്കുക എന്ന് പറഞ്ഞാൽ ന്യായവിധി, വിധിക്കുക അല്ലെങ്കിൽ ന്യായവിധി എന്നുള്ളതാണ്. അപ്പോൾ അവിടെ കർത്താവ് യേശു ക്രിസ്തു ബെൽശാസ്സർ രാജാവിനെ തൂക്കി നോക്കി കുറവുള്ളവനായി കണ്ടു. അതേ കർത്താവ് യേശു ക്രിസ്തു നമ്മളോട് പറയുകയാണ് നമ്മൾ മറ്റുള്ളവരെ അളക്കുവാൻ പാടില്ല എന്ന്. ഇനി കർത്താവ് യേശു ക്രിസ്തു യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കൃത്യമായിട്ടും പത്രോസ് അപ്പോസ്തലൻ ചോദിക്കുന്നു, നമ്മൾ സകലതും വിട്ട് അങ്ങേ അനുഗമിക്കുന്നു, നമുക്ക് എന്ത് കിട്ടുമെന്ന്. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു പറയുകയാണ്, നിങ്ങൾ സ്വർഗീയ സിംഹാസനത്തിൽ എന്നോടൊപ്പം 12 സിംഹാസനത്തിലിരുന്ന മറ്റുള്ളവരെ വിധിക്കുമെന്ന് കർത്താവ് യേശു ക്രിസ്തു അവിടെ പറയുന്നു. അപ്പോൾ അളക്കുക എന്നുള്ളത് ന്യായവിധിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ അളക്കുന്ന പ്രകാരം ദൈവം നമ്മളെയും അളക്കും. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു ഇവിടെ പത്രോസ് അപ്പോസ്തലനോട് പറയുന്നത് ആ ക്രിസ്തുവിൻ്റെ വരവിന് ശേഷം 1000 ആണ്ടത്തെ ആ ന്യായവിധി, 1000 ആണ്ട് വാഴ്ചയുടെ സമയത്തുള്ള ന്യായവിധിയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കാനുള്ളതായിട്ടുള്ള കാര്യം, ഈ ഭൂമിയിലായിരിക്കുന്ന സമയത്ത് നമ്മൾ ആരെയും വിധിക്കുവാനോ ആരെയും അളക്കുവാനോ പാടില്ല. കർത്താവായ ദൈവം അതിനുള്ള അവസരം നമുക്ക് ഒരുക്കി നൽകുന്നതായിട്ടുള്ള സമയത്ത് നമ്മൾ ദൈവത്തോടൊപ്പം ആയിരുന്നു കൊണ്ട് ആ ന്യായവിധിയിൽ പങ്കുകൊള്ളുക മാത്രമാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നാം മറ്റുള്ളവരെ വിധിക്കാൻ പാടില്ല. കാരണം നാം പാപികളാണ്. നമ്മുടെ പാപം നിറഞ്ഞതായ കണ്ണുകൾ കൊണ്ട് നമ്മൾ അവരെ വിധിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തു തന്നെ പറയുന്നുണ്ട്, നിൻ്റെ കണ്ണിൽ കോല് വെച്ചിട്ട് മറ്റുള്ളവൻ്റെ കണ്ണിലെ കരടെടുക്കാൻ നീ എന്ത് ചെയ്യരുത്, പോകരുത്. പാസ്റ്റർ, കർത്താവ് യേശു ക്രിസ്തു വിതയ്ക്കുന്നവൻ്റെ ഉപമ പറഞ്ഞപ്പോൾ വിത്തിനെ കുറിച്ച് പ്രതിപാദിക്കുകയുണ്ടായി. ഈ വിത്തിൻ്റെ വളർച്ചയുടെ പ്രതിഭാസം എങ്ങനെയാണ് ഇത് വളർന്ന് ഫലം കായ്ക്കുന്നതായ തരത്തിലേക്ക് വരുന്നത്? നമ്മൾ ലോകത്ത് നമ്മൾ കാണുമ്പോൾ, കൃഷി ലോകത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഒരു വിത്ത് നമ്മൾ വിതയ്ക്കുമ്പോൾ അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും മറ്റ് വളങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇട്ട് കൊടുക്കുന്നു. അത് ആവശ്യമായിട്ടുള്ള സൂര്യപ്രകാശം കിട്ടുന്ന ഇടങ്ങളിലാണ് നമ്മൾ അതിനെ നടുന്നതായിട്ട് നമ്മൾ കാണുന്നു. എന്നാൽ ചില സമയങ്ങളിൽ ഈ ചെടിക്ക് ആവശ്യമായിട്ടുള്ളത് എല്ലാം ലഭിച്ചിട്ടും ചില ചെടികൾ എന്ത് ചെയ്യുന്നില്ല, തനിക്ക് ആവശ്യമുള്ളതെല്ലാം ലഭിച്ചിട്ടും തക്ക സമയത്ത് എന്ത് ചെയ്യുന്നില്ല, അത് ഫലം നൽകുന്നില്ല. കാരണം അത് എന്ത് ചെയ്യുന്നുണ്ട്, പല സമയങ്ങളിൽ അതിൻ്റെ വളർച്ചയും മുരടിച്ചു പോകുന്ന ഒരു അനുഭവമായിട്ട് നമ്മൾ കാണുന്നത്. എന്നിരുന്നാലും അതേപോലെ നമ്മുടെ ആത്മീക ജീവിതത്തിലും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതങ്ങളിലും ദൈവം
ദൈവത്തിന് പ്രസാദമുള്ള രീതിയിലുള്ള സ്വഭാവങ്ങൾ നമ്മളിൽ വളർത്തിയെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ പല സമയങ്ങളിലും നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ വചനപ്രകാരം നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കാത്തപ്പോൾ മുരടിക്കുന്ന ഒരു അനുഭവമാണ് നമ്മളിൽ ഉണ്ടാകുന്നത്. എന്നിരുന്നാലും ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? ദൈവവചനത്തിൽ കൂടി, ദൈവാത്മാവിൽ കൂടി നമ്മുടെ ഹൃദയങ്ങളിൽ ഇടപെടുകയും ദൈവാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുമ്പോൾ വീണ്ടും ദൈവത്തിൻ്റെ പക്ഷത്ത് ചേരുവാനായി നമ്മുടെ ജീവിതങ്ങൾ നാം ക്രമീകരിക്കുവാൻ ദൈവവചനങ്ങൾ നമ്മളെ സഹായിക്കും. പാസ്റ്റർ, ഈ വിത്തിൻ്റെ ഉപമ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു ഉപമയാണ്. കാരണം നാം ഇന്ന് ലോകത്തിലുള്ളതായ സകല വൃക്ഷലതാദികളെ നോക്കുമ്പോൾ എല്ലാം വിത്തുകൾ ഉള്ളതാണ്. അപ്പോൾ വിത്ത് എന്ന് പറയുന്നത് അത് ഒരു വലിയ പ്രതിഭാസമാണ്. നമ്മൾ ഒരു വിത്തിനെ നമ്മൾ എടുത്തു കളഞ്ഞാലും ആ വിത്ത് അത് വളരുവാൻ കഴിവുള്ളതായ ഒരു കോമ്പാക്റ്റ് സംഗതിയാണ്. ആ വിത്ത് ഒരുപക്ഷെ നമ്മൾ കണ്ടില്ല എന്ന് നടിച്ച് കുറച്ച് നാൾ എവിടെയെങ്കിലും കളഞ്ഞിരിക്കും. പക്ഷേ ഒരു മഴ കിട്ടി, അത് നനഞ്ഞ് അതിൻ്റെ സമയമാകുമ്പോൾ അത് തിളിർത്ത് എന്തു ചെയ്യും? അതൊരു വൃക്ഷമായിട്ട് മാറാനുള്ളതായ കപ്പാസിറ്റി അതിനുണ്ട്. കർത്താവ് യേശു ക്രിസ്തു തൻ്റെ ഉപമ പറയുന്നതായ സമയത്ത് ഏറ്റവും ചെറിയ ഒരു വിത്തായ കടുകുമണിയെക്കുറിച്ച് ഉപമ പറയുന്നു. എന്താണ് ഈ കടുകുമണിയുടെ പ്രത്യേകത? യേശു ക്രിസ്തു എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഈ കടുകുമണി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഏറ്റവും ചെറുതായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് വീണ് കഴിഞ്ഞ് അല്ലെങ്കിൽ അത് പൊടിച്ച് കഴിഞ്ഞാൽ അത് വളരും, അത് വലുതായി തീരും. അപ്പോൾ അത് മറ്റ് പറവകൾക്ക് അതൊരു തണലായി തീരും എന്ന് കാണുവാൻ സാധിക്കും. ഇതേ കാര്യം തന്നെ നെബൂഖദ്നേസർ രാജാവിൻ്റെ കാര്യത്തിലൂടെ ആ ഗ്രന്ഥകർത്താവ് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അവിടെ നെബൂഖദ്നേസർ രാജാവിന് സ്വർഗത്തിലെ ദൈവം സകല അധികാരത്തെയും കൊടുത്ത് നൽകിയിരിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ 4-ാം അധ്യായത്തിൽ പറയുന്നത് അതിൽ ആ വൃക്ഷത്തിൽ, ആ സ്വപ്നത്തിൽ കാണുന്ന വൃക്ഷത്തിൽ സകല പർവ്വജാതികളും വന്നിരുന്നു, അതുപോലെ സകല മനുഷ്യരും അതിൻ്റെ കീഴിൽ അഭയം പ്രാപിച്ചിരുന്നു. അല്ലെങ്കിൽ നെബൂഖദ്നേസർ രാജാവിന് ദൈവം നൽകിയതായിട്ടുള്ള അധികാരം എന്ന് പറയുന്നത് അത് മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ ഈ കടുകുമണിയിൽ വളർന്നു വരുന്നതായിട്ടുള്ള ആ വൃക്ഷം അതിൻ്റെ മറ്റ് പറവകൾ തിങ്ങിപ്പാർത്ത് അല്ലെങ്കിൽ അതിനൊരു തണലായി തീരുന്നത് പോലെ ആ ദൈവരാജ്യത്തിൻ്റെ മർമ്മം കേൾക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം എപ്പോഴും വൃക്ഷം മനുഷ്യനോട് ഉപമിച്ചാണ് പറയുന്നത്. 1-ാം സങ്കീർത്തനത്തിൽ നിന്നും അതുപോലെ ദാനിയേൽ 4-ൽ നിന്നൊക്കെയും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ നമ്മളെ ഓരോരുത്തരെയുമാണ് ആ വൃക്ഷങ്ങൾ കൊണ്ട് താരതമ്യപ്പെടുത്തുന്നത്. അപ്പോൾ ക്രിസ്തുവിൽ നിന്നും ലഭിക്കുന്നതായിട്ടുള്ള വചനം അല്ലെങ്കിൽ ക്രിസ്തുവിൽ നിന്നും നമ്മൾ ലഭിച്ചതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ വെളിച്ചം നമ്മൾ മറ്റുള്ളവർക്ക് തണലായി തീരണം എന്നുള്ളതാണ് ഈ ഉപമയിലൂടെ ഗ്രന്ഥകർത്താവ് ഇവിടെ പരാമർശിക്കുന്നത്. വിത്ത് എത്ര ചെറുതായിരുന്നാലും മനുഷ്യരായ നാം വിത്തുകളോട് നമ്മെ തുലനം ചെയ്യുമ്പോൾ നാം എത്ര ചെറിയവരായിരുന്നാലും നമുക്ക് ദൈവം തന്നിരിക്കുന്നതായ കഴിവുകളും നമ്മുടെ വളർച്ചയും നമ്മുടെ പ്രവർത്തനങ്ങളും മറ്റുള്ളവർക്ക് സഹായകരമായി വളരണം എന്നും കൂടെ കർത്താവ് യേശു ക്രിസ്തു നാം ഈ ഉപമ കൊണ്ട് ആഗ്രഹിക്കുന്നു. ഈ പഠനത്തിൽ ചർച്ചയിൽ കടന്നു വന്നതായ നിങ്ങളെ ഇരുവരെയും ദൈവനാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. പാസ്റ്റർ മഹേഷുമായി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായിരിക്കുന്ന അടിയുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, അനുഗ്രഹമേറിയ സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. അവിടുത്തെ കർത്താവ് ഈ ചർച്ചയിലൊക്കെയും കൂടെ ഇരുന്ന് അടിയങ്ങളെ അനുഗ്രഹിച്ച വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. അത് കേട്ടതായിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും പ്രയോജനവും അനുഗ്രഹവുമായി തീരുവാൻ എൻ്റെ ദൈവം ഇടയാക്കണമെന്ന് അടിയക്കായി കാൽവരിയിൽ മരിച്ചുയർത്ത് നേക്കും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, കർത്താവ് സാധാരണ ഭാഷയിൽ നമുക്കേവർക്കും മനസ്സിലാകുന്നതായ രീതിയിലാണ് ഉപമകളിലൂടെ നമ്മോട് സംസാരിച്ചത്. ആ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതായ വചനങ്ങൾ ഇന്ന് നാം കേൾക്കുകയും അതിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തി കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് നാം നയിക്കപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ദാസിയെ എന്നുള്ളതായ വിളി നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം സാധിക്കും. അതിന് ദൈവം നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ. ഈ പഠനത്തിൽ പങ്കുചേർന്ന നിങ്ങളെല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു.